നമസ്കാരം. വാർത്താ ദിനത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും ആലപ്പുഴയിൽ KC വേണുഗോപാലും സ്ഥാനാർത്ഥികൾ. കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ രാഹുൽ ഗാന്ധി, കോഴിക്കോട് ശ്രീ MK രാഘവൻ, തിരുവനന്തപുരം ഡോക്ടർ ശശി തരൂർ, തൃശൂർ K മുരളീധരൻ. കണ്ണൂരിൽ K സുധാകരൻ തന്നെ, വടകരയിൽ ഷാഫി പറമ്പിൽ. തൃശൂരിൽ നാളെ മുരളി മന്ദിരത്തിൽ നിന്ന് പ്രചരണം തുടങ്ങുമെന്ന് K മുരളീധരൻ. പത്മജ വേണുഗോപാലിന് തിരുവനന്തപുരത്ത് സ്വീകരണമൊരുക്കി BJP. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി പത്മജ. കാര്യത്തിലാണ് എനിക്കിഷ്ടം. ഏത് പാർട്ടിക്കും ശക്തനായിട്ടുള്ള നേതാവ് വേണം. അത് ഇന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ലാത്തതും അത് തന്നെയാണ്. മലപ്പുറത്ത് K കരുണാകരന്റെ ചിത്രം പതിച്ച് BJPയുടെ ഫ്ലക്സ് ബോർഡ്. പരാതി നൽകിയ യൂത്ത് കോൺഗ്രസ്. കടമെടുപ്പ് പരിധി ഉയർത്തൽ ചർച്ച പരാജയം. കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം തള്ളി. അധിക തുക അനുവദിക്കാനാവില്ലെന്ന് കേന്ദ്രം. കേരളം ആവശ്യപ്പെട്ടത് 19,370 കോടി. രാജ്യത്ത് ഗാർഹിക പാചകവാതക സിലിണ്ടറുകളുടെ വില കുറച്ചു. സിലിണ്ടറിന് കുറച്ചത് 100 രൂപ. വനിതാ ദിന സമ്മാനമെന്ന് പ്രധാനമന്ത്രി. തെയ്യം കലാകാരന്റെ ആത്മസംഘർഷങ്ങളുടെ കഥ പറയുന്ന കുത്തൂട് തിയേറ്ററുകളിലേക്ക്. മനോജ് K സേതു സംവിധാനം ചെയ്ത ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നത് സന്തോഷ് കീഴാറ്റൂരും സിജി പ്രദീപും. ധരംശാല ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യക്ക് ലീഡ്. രോഹിത് ശർമ്മയ്ക്കും ശുഭ്മാൻ ഗില്ലിനും സെഞ്ചുറി. രണ്ടാം ദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യ 8 വിക്കറ്റ് നഷ്ടത്തിൽ 473 റൺസ് എന്ന നിലയിൽ.